JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതിൽ തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ചാനൽ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. ഇന്ന് നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഇമ്പോർട്ടൻറ്റ് സെലക്ടഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സാധാരണയായിട്ട് പരീക്ഷയ്ക്ക് ആവർത്തിച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് എടുക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which one is the example of non-impact printer? അതായത് ഒരു നോൺ ഇമ്പാക്ട് പ്രിന്ററിന്റെ ഉദാഹരണം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ തന്നിട്ടുള്ള ഓപ്ഷൻ്റെ അത് ഏതാണ്? ഇങ്ക്ജെറ്റ് പ്രിന്റർ. ഇങ്ക്ജെറ്റ് പ്രിന്റർ. വിച്ച് വൺ ഈസ് ദ എക്സാമ്പിൾ ഓഫ് നോൺ ഇമ്പാക്ട് പ്രിന്റർ? ഇങ്ക്ജെറ്റ് പ്രിന്റർ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻപുട്ട് ഡിവൈസ്? ഇനി പറയുന്നതിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം അല്ലാത്തത്? ഏതാണ്? VDU ആണ് ഇൻപുട്ട് ഉപകരണം അല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. Dash symbol is used to keep the cell reference constant in MS Excel application. അതായത് ഒരു MS Excel ആപ്ലിക്കേഷനിൽ സെൽ റെഫറൻസ് സ്ഥിരമായി നിലനിർത്താൻ ഡാഷ് ചിഹ്നം ഉപയോഗിക്കുന്നു. ഏത് ചിഹ്നമാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ആണ്, ആ സിമ്പിൾ ആണ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. To move one slide to another during a PowerPoint presentation, a special effect called dash is used. അതായത് പവർ പോയിന്റ് അവതരണ സമയത്ത് ഒരു സ്ലൈഡ് മറ്റൊന്നിലേക്ക് നീക്കാൻ ഡാഷ് എന്ന പ്രത്യേക ഇഫക്റ്റ് ഉപയോഗിക്കുന്നു. ഏതാണ്? സ്ലൈഡ് ട്രാൻസിഷൻ എന്ന പ്രത്യേക എഫക്റ്റ് ഉപയോഗിക്കുന്നു. To move one slide to another during a PowerPoint presentation, a special effect called slide transition is used. അടുത്ത ക്വസ്റ്റ്യൻ. Dash is the shortcut key for undo the previous action in MS Word application. അതായത് MS Word ആപ്ലിക്കേഷനിൽ മുമ്പത്തെ പ്രവർത്തനം പഴയപടിയാക്കുന്നതിനുള്ള കുറുക്കുവഴി കീയാണ് ഡാഷ്. ഏതാണ്? Ctrl+Z. Ctrl+Z. അടുത്ത ക്വസ്റ്റ്യൻ. SATA stands for. SATA എന്നതിന്റെ അർത്ഥം സീരിയൽ അഡ്വാൻസ് ടെക്നോളജി അറ്റാച്ച്മെന്റ്. സീരിയൽ അഡ്വാൻസ് ടെക്നോളജി അറ്റാച്ച്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ. In MS Excel application, the dash function is used to count the number of values in the list of arguments. എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? MS Excel ആപ്ലിക്കേഷനിൽ ആർഗ്യുമെന്റുകളുടെ ലിസ്റ്റിൽ മൂല്യങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ ഡാഷ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. ഏത് ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്? കൗണ്ട് എ എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. In MS Word application, the keystroke Ctrl+V is used to. അതായത് MS Word ആപ്ലിക്കേഷനിലെ Ctrl+V കീ സ്ട്രോക്ക് ഉപയോഗിക്കുന്നു. എന്തിനാണ് ഉപയോഗിക്കുന്നത്? പേസ്റ്റിന്, അല്ലെ? പേസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. All of the following font effects are available in PowerPoint presentation except. അതായത് ഇനി പറയുന്നവയിൽ എല്ലാ ഫോണ്ട് എഫക്റ്റുകളും പവർ പോയിന്റ് അവതരണത്തിൽ ലഭ്യമാണ്, ഡാഷ് ഒഴികെ. ഏതൊഴികെ? സ്ട്രൈക്ക് ത്രൂ ഒഴികെ. സ്ട്രൈക്ക് ത്രൂ ഒഴികെ. അടുത്ത ക്വസ്റ്റ്യൻ. HDMI is. HDMI is. HDMI ഒരു ഡാഷ് ആണ്. എന്താണ്? ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ്. ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ്. അടുത്ത ക്വസ്റ്റ്യൻ. In MS Excel application, the border that appears when a range of cells is selected is known as a dash. അതായത് MS Excel ആപ്ലിക്കേഷനിൽ സെല്ലുകളുടെ ഒരു ശ്രേണി തിരഞ്ഞെടുക്കുമ്പോൾ ദൃശ്യമാകുന്ന ബോർഡർ ഡാഷ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് അറിയപ്പെടുന്നത്? മാർക്യൂ എന്നാണ് അറിയപ്പെടുന്നത്. മാർക്യൂ എന്നാണ് അറിയപ്പെടുന്നത്. In MS Excel application, the border that appears when a range of cells is selected is known as a marquee. അടുത്ത ക്വസ്റ്റ്യൻ. To insert a new slide in current presentation, we can use. അതായത് നിലവിലെ അവതരണത്തില് ഒരു പുതിയ സ്ലൈഡ് ചേർക്കുന്നതിന് നമുക്ക് ഉപയോഗിക്കാം. എന്ത് ഉപയോഗിക്കാം? Ctrl+M.
പല പരീക്ഷയ്ക്കും ആവർത്തിച്ച് ഈ ക്വസ്റ്റ്യൻ തന്നെ കണ്ടിട്ടുണ്ട് അല്ലേ, തിരിച്ചും മറിച്ചും എല്ലാം ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ ചേർത്താണ് ഇന്നത്തെ ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകം നോട്ട് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ, ഓഡ് വൺ ഔട്ട്. ഓഡ് വൺ ഔട്ട്, വിചിത്രമായ ഒന്ന്, ഏതാണ്? PPT. ഏതാണ്? PPT. അടുത്ത ക്വസ്റ്റ്യൻ, SMPS സ്റ്റാൻഡ്സ് ഫോർ. SMPS എന്നതിന്റെ അർത്ഥം എന്താണ്? സ്വിച്ച് മോഡ് പവർ സപ്ലൈ. സ്വിച്ച് മോഡ് പവർ സപ്ലൈ. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഫയൽ സിസ്റ്റം സപ്പോർട്ട് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഇൻ PC. എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? ഡാഷ് ഫയൽ സിസ്റ്റം PCയിലെ സുരക്ഷാ സവിശേഷതകളെ പിന്തുണയ്ക്കുന്നു. ഏതാണ്? NTFS ഫയൽ സിസ്റ്റം support security features in PC. അടുത്ത ക്വസ്റ്റ്യൻ, which one is not used as a spreadsheet software? അതായത് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആയി ഉപയോഗിക്കാത്തത് ഏതാണ്? ഏതാണ്? കീ നോട്ട്. ഏതാണ്? കീ നോട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ ഷോർട്ട്കട്ട് കീ ഫോർ ഇൻസേർട്ടിംഗ് എ ഹൈപ്പർലിങ്ക് ഇൻ സ്ലൈഡ്. അതായത് ഒരു സ്ലൈഡിൽ ഒരു ഹൈപ്പർ ലിങ്ക് ചേർക്കുന്നതിന് കുറുക്ക് വഴി കീ തിരഞ്ഞെടുക്കുക. ഏതാണ്? Ctrl+K. Ctrl+K. അടുത്ത ക്വസ്റ്റ്യൻ, the printing speed of printer is usually expressed in. അതായത് ഒരു പ്രിന്ററിന്റെ പ്രിന്റിംഗ് വേഗത സാധാരണയായി ഡാഷിൽ പ്രകടിപ്പിക്കുന്നു. ഏതിലാണ് പ്രകടിപ്പിക്കുന്നത്? PPM. PPM എന്ന് പറഞ്ഞാൽ പേപ്പർ പെർ മിനിറ്റ്. പേപ്പർ പെർ മിനിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, all of the following are examples of antivirus software except. അതായത് ഇനി പറയുന്നവ ഒഴികെയുള്ള എല്ലാം ആന്റിവൈറസ് സോഫ്റ്റ്വെയറുടെ ഉദാഹരണങ്ങളാണ്. ഏതാണ്? Bing. All of the following are examples of antivirus software except. ഏതാണ്? Bing. അടുത്ത ക്വസ്റ്റ്യൻ, which function is not used in MS Excel application? MS Excel ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കാത്ത ഫംഗ്ഷൻ ഏതാണ്? ഏതാണ്? AVG. അടുത്ത ക്വസ്റ്റ്യൻ, which device is used to control the cursor movement? കർസർ ചലനം നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഏതാണ്? ട്രാക്ക് ബോൾ. ഏതാണ്? ട്രാക്ക് ബോൾ. അടുത്ത ക്വസ്റ്റ്യൻ, does illustrate the comparisons among individual items in MS Excel application. MS Excel ആപ്ലിക്കേഷനിലെ വ്യക്തിഗത ഇനങ്ങൾ തമ്മിലുള്ള താരതമ്യങ്ങൾ ഡാഷ് വ്യക്തമാക്കുന്നു. ഏതാണ് വ്യക്തമാക്കുന്നത്? ബാർ ചാർട്ട് വ്യക്തമാക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, BIOS stands for. BIOS എന്നതിന്റെ അർത്ഥം എന്താണ്? ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ, which command is used to insert a hyperlink in MS Word application? അതായത് ഈ MS Word ആപ്ലിക്കേഷനിൽ ഹൈപ്പർ ലിങ്ക് ചേർക്കാൻ ഉപയോഗിക്കുന്ന കമാൻഡ് ഏതാണ്? ഏതാണ്? ഇൻസേർട്ട് ഹൈപ്പർലിങ്ക്. ഇൻസേർട്ട് ഹൈപ്പർലിങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് URL എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞേ. എന്താണ്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ഓഡ് വൺ ഔട്ട്, വിചിത്രമായ ഒന്ന്, ഏതാണ്? കൂളിംഗ് ഫാൻ. അല്ലെ? കൂളിംഗ് ഫാൻ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലെ? കൂളിംഗ് ഫാൻ. DTP stands for എന്താണ്? ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്. എന്താണ്? ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫുൾ ഫോം ഓഫ് LCDs. എന്താണ് ഫുൾ ഫോം ഓഫ് LCDs? ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, to highlight the entire column in spreadsheet we can choose. എന്താണ്? Ctrl+Spacebar. എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? സ്പ്രെഡ്ഷീറ്റിലെ മുഴുവൻ കോളവും ഹൈലൈറ്റ് ചെയ്യാൻ നമുക്ക് തിരഞ്ഞെടുക്കാം. എന്ത് തിരഞ്ഞെടുക്കാം? Ctrl+Spacebar. IDE stands for എന്താണ്? ഇന്റഗ്രേറ്റഡ് ഡ്രൈവ് ഇലക്ട്രോണിക്സ്. ഇന്റഗ്രേറ്റഡ് ഡ്രൈവ് ഇലക്ട്രോണിക്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ട്രോജൻ ഹോഴ്സ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ട്രോജൻ ഹോഴ്സ് ഡാഷ് എന്നതിന്റെ ഒരു ഉദാഹരണമാണ്. എന്തിന്റെയാണ്? മലീഷ്യസ് സോഫ്റ്റ്വെയർ. മലീഷ്യസ് സോഫ്റ്റ്വെയർ. അടുത്ത ക്വസ്റ്റ്യൻ, ഷോർട്ട്കട്ട് കീ ഫോർ വ്യൂയിങ് സ്ലൈഡ്സ് ഫ്രം ബിഗിനിങ് ഓഫ് പ്രസന്റേഷൻ.
അതായത് ഈ അവതരണത്തിന്റെ തുടക്കം മുതൽ സ്ലൈഡുകൾ കാണുന്നതിനുള്ള കുറുക്കുവഴിക്ക് ഏതാണ് F5. അടുത്ത SCSI stands for എന്താണ് സ്മോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇന്റർഫേസ് അടുത്ത ക്വസ്റ്റ്യൻ that allows to send telephone calls voice data using standard internet protocol. സാധാരണ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഉപയോഗിച്ച് ടെലിഫോൺ കോളുകൾ അയക്കാൻ ഡാഷ് അനുവദിക്കുന്നു. എന്താണ് അനുവദിക്കുന്നത്? VoIP. അടുത്ത ക്വസ്റ്റ്യൻ പിങ് കമാൻഡ് ഈസ് യൂസ്ഡ് ടു പിങ് കമാൻഡ് ഉപയോഗിക്കുന്നു എന്തിനാണ്? ടു ടെസ്റ്റ് എ ഡിവൈസ് ഓൺ നെറ്റ്വർക്ക് അടുത്ത ക്വസ്റ്റ്യൻ which key is used for help in MS Excel application? MS Excel application സഹായത്തിനായി ഡാഷ് കീ ആണ്. ഏത് കീ ആണ് ഉപയോഗിക്കുന്നത്? ഏതാണ്? F1. ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ഓഫ് ഫേംവെയറിന്റെ ഉദാഹരണം ഏതാണ്? ബയോസ്. അടുത്ത ക്വസ്റ്റ്യൻ which one is the primary memory device? പ്രാഥമിക മെമ്മറി ഉപകരണം ഏതാണ്? റോം. The word RAM is random access memory. അടുത്ത ക്വസ്റ്റ്യൻ expand CD-ROM ഒന്ന് എക്സ്പാൻഡ് ചെയ്തേ. എന്താണ്? കോമ്പാക്ട് ഡിസ്ക് റീഡ് ഒൺലി മെമ്മറി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എന്ന് നിർത്തട്ടെ.